നൂഡിൽസ് നമ്മൾ സാധാരണ പാക്കറ്റിൽ വാങ്ങിച്ച് വീട്ടിലൊന്ന് കുക്ക് ചെയ്യാറാണല്ലോ പതിവ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മാവ് ഉപയോഗിച്ച് അല്ലെ മൈദ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നൂഡിൽസ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ ട്രഡീഷണലി നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ബോൾ എടുക്കാം. നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് എഗ് നൂഡിൽസ് ആണ്. ഒരു ബോളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇത് ചെറിയ മുട്ട ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപ്പ് 1/2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, 3/4 ഭാഗം എടുത്തു. ഇനി മൈദ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മുട്ട ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ മുട്ടയ്ക്ക് പകരം എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. ഒരു 1/2 കപ്പിനടുത്ത് മൊത്തം വെള്ളം നമുക്ക് ചേർക്കേണ്ടി വരും. 1/2 കപ്പ് വേണ്ട വരത്തില്ല, ഓൾമോസ്റ്റ് 1/2 കപ്പ്. ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഞാൻ ഇപ്പം ഇത്രയും വെള്ളം ചേർത്തെങ്കിലും ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളം 1 ടേബിൾ സ്പൂണോടൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ ആവശ്യം വരും. അപ്പോൾ അതെപ്പോഴും നമ്മൾ കുഴയ്ക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ വലുപ്പം, പൊടിയുടെ വ്യത്യാസം കൊണ്ടൊക്കെ കുറച്ച് വ്യത്യാസം വരാം. ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് നീഡ് ചെയ്യുക. നമ്മൾ നീഡ് ചെയ്യുമ്പോഴത്തേക്ക് മാവ് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നീഡ് ചെയ്യാൻ പറയുന്നത്. ഒത്തിരി സ്റ്റിക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് പൊടിയും കൂടെ ഇടയ്ക്കൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. നീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോൾഡ് ആൻഡ് നീഡ് പോലെ ചെയ്യുക. ഇതേപോലെ നീഡ് ചെയ്യുക. ഇവിടെ സ്മൂത്ത് ആവുന്ന പോലെ നീഡ് ചെയ്തെടുക്കുക. കുറച്ച് ഓയിൽ റബ്ബ് ചെയ്ത് വെക്കുക. ഇതൊരു നന്ന തുണിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുക. അരമണിക്കൂറോളം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാം. നന്നായിട്ട് വെള്ളം വേണം. 1-2 ലിറ്റർ വെള്ളം ബോയിൽ ചെയ്യുക. വെള്ളം തിളച്ച് തുടങ്ങി. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ടാണ്. നമുക്ക് ഇടിയപ്പത്തിന് പല സൈസിലുള്ള അച്ച് കിട്ടും. അതിൽ ഒത്തിരി ഫൈനായിട്ടുള്ള ഹോൾസ് അല്ല ഞാൻ എടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഒത്തിരി വലുതും അല്ല, ഈ ഒരു സൈസിലുള്ള അച്ചാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി വലുതിലിട്ട് കഴിഞ്ഞാൽ നൂഡിൽസ് നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര വലിയ നൂഡിൽസായിട്ട് വരും. ഇതിൽ കുറച്ച് എണ്ണ തൂക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ തേക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തേക്ക് കണ്ട മാവ് നല്ല സോഫ്റ്റ് ഡോ ആയി. ഇതിനകത്തേക്ക് ഇടാം. നല്ലതായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് പ്രസ് ചെയ്തിടാം. ഓക്കെ, വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. 1 to 2 മിനിറ്റ്സ് മാക്സിമം അത്രേ എടുക്കത്തുള്ളൂ. മൊത്തം നൂഡിൽസും ഒരുമിച്ച് വേണമെങ്കിലും ഇട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതെടുക്കാം. ഇതേപോലെ ബാക്കിയും കൂടെ പ്രസ് ചെയ്തെടുക്കാം.
നമ്മളിവിടെ എഗ്ഗാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ എഗ്ഗ് ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാം, വെള്ളം മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കാം. ഈ നൂഡിൽസും റെഡിയാണ്. കഴിച്ചു വയ്ക്കും. നമുക്ക് ഈ ഒരു അളവിൽ ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ ടാപ്പ് തുറന്ന് വിട്ട ശേഷം നന്നായിട്ട് കോൾഡ് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് റിൻസ് ചെയ്യുക. റിൻസ് ചെയ്യുന്നത് മെയിൻലി നമുക്കിത് കുക്കായി പോകാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ ചൂടിൽ ഇത് വീണ്ടും വീണ്ടും ഇത് കുക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇത് റിൻസ് ചെയ്തെടുക്കുക. ഞാൻ വെള്ളം കളഞ്ഞ് നന്നായിട്ട് റിൻസ് ചെയ്തു, തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് റിൻസ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ്. ഒരു ടീസ്പൂണോ വല്ല ഓയിൽ ഒഴിച്ചാൽ മതി. നമുക്ക് നൂഡിൽസ് കയ്യിൽ പാക്കറ്റ് നൂഡിൽസ് ഒന്നും ഇല്ലാത്തപ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. മൈദ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് 1-2 ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എപ്പോഴും ബെസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം തന്നെ അങ്ങ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ എഗ് നൂഡിൽസ് നിങ്ങൾ കണ്ടല്ലോ. 1 കപ്പ് മൈദ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ പരത്തി റോൾ ചെയ്ത് കട്ട് ചെയ്ത് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൈദ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ അത് നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇച്ചിരി അയനിരുന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സ്മൂത്തായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ അളവ് അനുസരിച്ച്, മുട്ട ഒത്തിരി ചെറുതൊക്കെ ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വരും. ഞാനിന്ന് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് കാണിച്ചത്. അത് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. എപ്പോഴും അയവ് നോക്കുക, മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് വെള്ളം ശകലം അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് നൂഡിൽ സൂപ്പുകൾ അല്ലെങ്കിൽ നൂഡിൽ പ്രിപ്പറേഷൻസ്, എഗ് നൂഡിൽസ്, വെജ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.